ബാക്ക് ടു പെട്രോഹെഡ് മോട്ടോ ഗാരേജ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ട്രാക്സിന്റെ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്സിന്റെ വർക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി വിചാരിച്ചു. കാരണം എല്ലാ വീഡിയോയുടെ കമന്റ് ബോക്സിലും ട്രാക്സ് എന്തിനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1 വീക്കിൻ്റെ ഉള്ളിൽ ട്രാക്സിന്റെ പണികൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇറക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റിങ്ങിന്റെ ഓൾമോസ്റ്റ് തീർന്നുള്ളൂ. പെയിന്റിങ് പുട്ടി വർക്കൊക്കെ ചെയ്ത് വരാനായിട്ട് ഭയങ്കര പാടായിരുന്നു. കാരണം അവർക്ക് ടൈം കിട്ടുമ്പോൾ മാത്രമേ ഇരുന്ന് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഫിനിഷിങ്ങിനെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് വളരെ സ്ലോ ആയിട്ടാണ് വർക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതാണ് നമ്മുടെ വണ്ടിയുടെ വർക്ക് ഇത്രയും ഡിലേ ചെയ്തത്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നത്. വണ്ടിയുടെ ഡോറ് ബോണറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. കാരണം നാളെ അത് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് വണ്ടി. നാളെയല്ല അടുത്ത ദിവസമായിട്ട് വണ്ടി പെയിന്റ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ഡോറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫുൾ ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടി പോവാണ്. ബാക്കി നമ്മുടെ പെയിന്റ് അടിക്കാനുള്ള കുറച്ച് പാർട്സും കൂടി ഉണ്ട്. വണ്ടിയുടെ ഉള്ളിലെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ, അതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അത് കൊണ്ടുപോയി കൊടുക്കണം. ബാക്കി അപ്പം ഒരു 1 വീക്കിനുള്ളിൽ വണ്ടി ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്താണെന്നും നേരെ വണ്ടി ഒന്ന് കണ്ടിട്ടില്ല. താണ്ടില്ലേ എഞ്ചിൻ റൂം ഒക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ വൈറ്റ് അടിക്കാനുള്ള സ്ഥലമൊക്കെ വൈറ്റ് അടിച്ചു. ഇനിയിപ്പോൾ നാളെയൊക്കെ ആയിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നാളെ അടിക്കുമായിരിക്കുമല്ലേക്കാ അല്ലേ? നാളെ ആയിട്ട് നമ്മുടെ ബേസ് കോട്ട് പുറത്തെ ബേസ് കോട്ട് അടിക്കും. അപ്പോൾ നമ്മളിത് പെയിൻറ്റിങ് ഷോപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടിയിലാണ്ടില്ലേ ബാക്കി പെയിൻറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതുണ്ട്. ഇത് നമ്മൾ ഫുള്ള് ട്രാക്സിൻ്റെ ഫ്രണ്ടിൽ ഗ്രില്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഈ ചാക്കിനകത്തിരിക്കുന്ന മീറ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം വണ്ടിയുടെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാം. അതായത് ആയിരിക്കുന്ന കേട്ടോ ഹെഡ്ലൈറ്റ് അല്ലേ, ഇതാണ് വണ്ടിയുടെ പഴയ ഹെഡ്ലൈറ്റ്. നമ്മൾ പുതിയത് മേടിക്കാനുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ബാക്കി വണ്ടിയുടെ എന്താ അവസ്ഥ കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിനകത്ത് ടൂൾസ് എടുത്തിട്ട് പോയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബാക്കിൽ വണ്ടി ഓൾമോസ്റ്റ് സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഇതാണ്ടില്ലേ പുട്ടി വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫിനിഷിംഗ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് പേപ്പറും കൂടി ഇടാനുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം തന്നെ ആയിട്ട് പെയിൻറ്റ് അടിക്കും കേട്ടോ. നമ്മുടെ വണ്ടി വൈറ്റ് കളറാണ് ഇപ്പോൾ നമ്മൾ അടിക്കാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. കാരണം വണ്ടിയുടെ സ്റ്റോക്ക് കളറിൽ തന്നെ ഇറക്കിയേക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കണേ. ഇതാണല്ലേ വണ്ടിയുടെ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് പെയിൻറ്റ് അടിച്ചേക്കില്ല കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ബേസ് കോട്ടാണ്. പ്രൈമറാണ് അടിച്ചിപ്പോൾ നിർത്തിയേക്കുന്നത്. അത് ഈ കാണുന്ന നമ്മുടെ ടോപ്പിലെ ചെറിയ ചെറിയ പീസുകൾ കാര്യങ്ങളൊക്കെ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിക്കാനുണ്ട്. അതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ വേറെ വണ്ടി നമ്മുടെ വൈറ്റ് കളർ പെയിൻറ്റ് അടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടില്ലേ ഈ കാണുന്ന ഈ ബോണറ്റ്, പിന്നെ അതേപോലെ വണ്ടിയുടെ ബാക്കിലെ ഡോറ് കാര്യങ്ങളെല്ലാം നമ്മളിന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്നാലും നേരെ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ഗൈസ് നമ്മൾ ബാക്കിലെ സ്റ്റെപ്പിനെയൊക്കെ പിടിപ്പിക്കുന്ന നമ്മുടെ ഡോറിൻ്റെ ഒരു പോർഷനാണ് കേട്ടോ. അതായത് ഡോറിൻ്റെ ഹിഞ്ചസൊക്കെ പിടിപ്പിച്ചേക്കുന്ന ഒരു പോർഷനാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് ഇനി നമ്മുടെ ഡോറുണ്ടല്ലോ അതായിരിക്കും നമ്മുടെ ഡോറ്. ആ ഡോർ എടുത്തിട്ട് നമുക്ക് നേരെ ഇവിടെ ഈ കാണുന്ന ഈ 4 ബോൾട്ടിലേക്ക് ബോൾട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടീസ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ബോൾട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് അലൈൻ ചെയ്യാനുണ്ട്, കറക്റ്റാണോ എന്നൊക്കെ ഉള്ളത്.
ഒന്ന് അടച്ചു നോക്കിയാലോ, എന്നിട്ട് ടൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ട് ഡോറ് സംഭവങ്ങളൊക്കെ മൊത്തം ഫിക്സ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേനും വണ്ടി പെയിൻറ്റ് അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഏകദേശം ഉൾഭാഗമൊക്കെ പെയിൻ്റ് അടിച്ച് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയൊക്കെ ആയിട്ട്, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട്, നാളെ അടിക്കുമായിരിക്കുമല്ലേക്കാ അല്ലേ? നാളെ ആയിട്ട് നമ്മുടെ ബേസ് കോട്ട്, പുറത്തെ ബേസ് കോട്ട് അടിക്കും. അതിനുശേഷം പിന്നെ അതൊന്നും കൂടെ ഫിനിഷ് ചെയ്തിട്ട്, നാളെ ഇപ്പോൾ വണ്ടിയുടെ ബേസ് കോട്ട് അടിച്ച് അതൊന്നും കൂടെ എന്തെങ്കിലും കുട്ടി വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ വണ്ടി എന്താണെങ്കിലും പുറത്തിറങ്ങുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ ബൈ.